യെസ്, ടെല്ലവീവിലേക്ക് വലിയ തോതിൽ റോക്കറ്റുകൾ നേരിട്ട് പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളായി വരുന്നത്. അപ്പോൾ രണ്ട് വശത്തും ഇറാനിലും ഇസ്രായേലിലും ഒരുപോലെ ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ അതേ നാണയത്തിൽ ഇറാന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിന് മുന്നിൽ അവർ ഏറ്റവും ക്വാളിറ്റി ഉണ്ട് എന്നവർ പറയുന്ന അയൺ ഡോമുകളെ നിശബ്ദമാക്കി അവിടേക്ക് റോക്കറ്റുകൾ പതിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഭാഗത്തു നിന്നുള്ള സൈനികർക്ക് അവിടുത്തെ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അവിടെയുള്ള ആളുകളോട് അവിടെ നടക്കുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളോ അതിൻ്റെ വിവരങ്ങളോ പുറത്ത് പറയരുത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് രണ്ടിടത്തും ഇന്ന് ഏതു തരത്തിലുള്ള ആക്രമണമാണ് നടന്നത്? അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ എങ്ങനെ? ഏതെങ്കിലും തരത്തിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കൃത്യമായി അവർക്ക് രണ്ടു കൂട്ടർക്കും വിനിയോഗിക്കാൻ പറ്റിയോ? ഇന്നത്തെ ആക്രമണത്തിൻ്റെ ഒരു തോത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വിശദമായി അഫ്താബ് റഹ്മാൻ പറയും. അഫ്താബ്, ഇന്നിപ്പോൾ ഇറാനിലും ഇസ്രായേലിലും നടന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പ്രത്യാക്രമണങ്ങൾ ഏത് തരത്തിലായിരുന്നു? ഇന്നിപ്പോൾ ഇസ്രായേലിൽ കുറെ കൂടി റോക്കറ്റുകൾ അവിടെ നേരിട്ട് ചെന്ന് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ ഞങ്ങളുടെ ആയുധങ്ങളാണ്, വലിയ ക്വാളിറ്റിയുള്ള ആയുധങ്ങളാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് അവർ വിൽപ്പനക്കൊക്കെ അവർ ഒരുപാട് മുന്നോട്ട് വരുന്ന രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. പക്ഷേ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും തകർത്തെറിഞ്ഞുകൊണ്ടാണല്ലോ ഇറാന്റെ റോക്കറ്റുകൾ അവിടെയും പതിക്കുന്നത്. അപ്പോൾ ഇറാന് ഉണ്ടായ നാശനഷ്ടം പോലെ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. മഹേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി, അതോടൊപ്പം അവരുടെ ആയുധ ശേഖരത്തിന്റെ അളവ്, അത് എവിടെയെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും യുഎസിനും ഇസ്രായേലിനും ഇല്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ചാരപ്രവർത്തനത്തിലൂടെ നിരവധി വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ആക്രമണം ഇറാനകത്തവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 135 പട്ടണങ്ങളിൽ ആക്രമണം നടത്തിയതായി യുഎസും ഇസ്രായേലും തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് ഇറാന്റെ വിപ്ലവസേന IRGC അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും അല്പം കൂടി പ്രഹരശേഷി കൂടിയ ആയുധങ്ങളാണ് ഇന്നു മുതൽ ഉപയോഗിക്കുന്നതെന്ന് വൈകിട്ട് അവർ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തെൽ അവീവിലെ പുതിയ റോക്കറ്റ് ആക്രമണം കാണുന്നത്. ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഏതാണ്ട് 12ഓളം പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ചില റോക്കറ്റുകൾ നേരിട്ട് തന്നെ അവിടെ പതിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ 12 ദിന യുദ്ധത്തിലും കണ്ടതാണ്. കാരണം ഒരേ സമയം മിസൈൽ ബാരേജുകൾ, അതായത് കൂട്ടമായി മിസൈലുകൾ വരുന്ന സമയത്ത് അതിൽ ചിലത് തടയാൻ സാധിക്കാതെ വരും. അവ നിലത്ത് പതിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും അപകടമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടാകും.